ഹലോ. അപ്പോൾ ഞങ്ങളുടെ യൂറോപ്യൻ ട്രിപ്പിൻ്റെ 4ാമത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ അതുപോലെ ഞങ്ങൾ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നെതർലാൻഡ്സിൻ്റെ ക്യാപിറ്റൽ ആയ ആംസ്റ്റർഡാമിലെ ക്യൂക്കൻഹോഫ് ഗാർഡനും അതുപോലെ തന്നെ കനാൽ ക്രൂയിസിലുള്ള യാത്രയും ഒക്കെ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇറങ്ങിയത്. അപ്പോൾ കഴിഞ്ഞ 3 എപ്പിസോഡിൽ ഞങ്ങളുടെ യൂറോപ്യൻ ട്രിപ്പിൻ്റെ 3 ദിവസങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണണം. അങ്ങനെ എല്ലായിടത്തെ പോലെ തന്നെയും യൂറോപ്യൻ ഫുഡ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് GTH അറേഞ്ച് ചെയ്തിരുന്ന ബസ്സിൽ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. എത്രയോ ദൂരം നമുക്കിങ്ങനെ ഈ വിൻമില്ലുകൾ കാണാമായിരുന്നു. വളരെ ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങളാണ്. അതിപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 3 ദിവസത്തെ സ്ഥലങ്ങളും, അതായത് പാരീസും ഒക്കെയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കവർ ചെയ്തത്. അതുപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. അപ്പോൾ ഞങ്ങളങ്ങനെ യാത്ര ചെയ്യുന്ന കുറച്ചധികം ദൂരം ഞങ്ങൾക്ക് ഡെസ്റ്റിനേഷനിലേക്ക് എത്താനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം ചിലവഴിച്ചത് ഞങ്ങളിങ്ങനെ പാട്ടുപാടിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ സമൂഹത്തിൽ നല്ല ഉന്നത പൊസിഷൻസിൽ നിൽക്കുന്ന ഡോക്ടേഴ്സും സയൻറ്റിസ്റ്റും കേണലും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ കൂടെയുള്ള യാത്ര വളരെ എൻജോയ് ചെയ്യുന്ന രീതിക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റി. വളരെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരാണെന്നൊക്കെ കരുതിയെങ്കിലും എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ യാത്ര വളരെ രസകരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്യൂക്കൻഹോഫ് ഗാർഡനിലെത്തി കേട്ടോ. അപ്പോൾ ഈ ഒരു ഗാർഡൻ എന്ന് പറയുന്നത് യൂറോപ്പിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഗാർഡനാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൂന്തോട്ടങ്ങളിൽ ഒന്നാണ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് നെതർലാൻഡിലെ തന്നെ തെക്കൻ ഹോളണ്ടിൽ ആംസ്റ്റർഡാമിനെ തന്നെയാണ് നമ്മൾ ഹോളണ്ട് എന്ന് പറയുന്നത്. ലിസ്സ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏകദേശം 32 ഹെക്ടർ, അതായത് 79 ഏക്കറോളം വിസ്തൃതിയിലാണ് ഈ പൂന്തോട്ടം കാണപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് ടുലിപ്പ് വളർന്നു നിൽക്കുന്നൊരു സമയമാണ്. ടുലിപ്പ് ഗാർഡനായിട്ടാണ് നമ്മളത് കാണുന്നത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സൗന്ദര്യം ഉള്ള ഒരു സമയത്താണ് നമ്മൾ ആ ഗാർഡൻ വിസിറ്റ് ചെയ്യുന്നത്. എത്രയോ ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് ടുലിപ്പുകളാണ് ശരിക്കും അവിടെ നിന്നിരുന്നത്. ഒരുപാട് വെറൈറ്റീസ്, പല തരത്തിലെ കളേഴ്സിലുള്ള ടുലിപ്പുകളായിരുന്നു. പല രീതിയിലതവർ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അതവിടെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ വർഷവും ഏകദേശം 7 ലക്ഷം ബൾബുകളാണ്, അതായത് ഈ ടുലിപ്പിൻ്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂള ബൾബ്, അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷനാണത്. അങ്ങനെയാണിത് ഈ പറയുന്ന ടുലിപ്പിനെ പ്രൊപ്പഗേറ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ 7 ലക്ഷത്തോളം ബൾബുകളാണ് വർഷം തോറും നട്ടുപിടിപ്പിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാരണം വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇതുപോലെ ഓരോ സ്ഥലത്തിൻ്റെയും കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ ചിലപ്പോൾ കേൾക്കാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല. കാരണം നമ്മുടെ വിരൽത്തുമ്പുകളിൽ തന്നെ എന്ത് കാര്യവും കിട്ടുന്ന ഗൂഗിളും അതുപോലെ ChatGPTയും ഒക്കെയുള്ള സമയത്ത് നമ്മൾ അങ്ങനെയുള്ള ഡിസ്ക്രിപ്ഷൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ കാഴ്ചകളുടെ ഭംഗി ആസ്വദിക്കുക വീഡിയോയിലൂടെ. ഞങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അതാണ് ഞാൻ മെയിനായിട്ട് അത് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല കുറേ അധികം വർഷങ്ങൾക്ക് ശേഷം ഈ വീഡിയോകളൊക്കെ എടുത്തു വെച്ച് കാണുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ആ ഒരു അനുഭവം വീണ്ടും കിട്ടാനായിട്ടും ഒക്കെ, പോയ സ്ഥലങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ഓർത്തിരിക്കാനും ഒക്കെ ആയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് സമയം നമുക്കവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടി. കാരണം ഒത്തിരി നടന്ന് കാണുകയൊക്കെ വേണം. അപ്പോൾ നമ്മൾ ആദ്യം വീഡിയോയിൽ കണ്ട പോലെ ആദ്യം നമ്മൾ ആ എൻട്രൻസിൽ തന്നെ നമുക്ക് ഈ ഗാർഡൻ്റെ കംപ്ലീറ്റ് മാപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ടാണ് അവിടെ ചെന്നതെങ്കിലും അതിനകത്ത് കയറി കഴിഞ്ഞാൽ പല വഴിക്കായിട്ട് ഡിസ്പേഴ്സ്ഡ് ആവുകയാണ് ആൾക്കാർ. അപ്പോൾ മാപ്പ് നോക്കി വേണം നമ്മൾ തിരിച്ച് ആ എൻട്രൻസിൽ വരാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തൊരു സമയമായിരുന്നു.
ഒത്തിരി പ്രതീക്ഷയോടെ ഒരുപാട് ദിവസങ്ങൾ കാത്തിരുന്നിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു യൂറോപ്യൻ ട്രിപ്പ്. അപ്പോൾ കഴിഞ്ഞ 3 ദിവസങ്ങളും പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന ഒരു തരത്തിലുള്ള ദിവസങ്ങളായിരുന്നു. അത്രയും എൻജോയ് ചെയ്ത് ഈഫൽ ടവറും ഒക്കെ കണ്ട് ബ്രസൽസിലെ പിന്നെ വേഫിളും അതുപോലെ കേക്കും സ്വീറ്റ്സും ചോക്ലേറ്റും എല്ലാം കഴിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ആ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണണം. വളരെ രസകരമായിട്ടുള്ള കാഴ്ചകളോട് കൂടിയുള്ള വീഡിയോസാണ് അതെല്ലാം തന്നെ. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടേക്കാം കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു 13 ദിവസത്തെ ട്രിപ്പാണ് കേട്ടോ, യൂറോപ്യൻ ട്രിപ്പാണ്. ഞങ്ങളുടെ ആദ്യത്തെ യൂറോപ്യൻ ട്രിപ്പാണിത്. 7 കൺട്രീസാണ് ഈ 13 ദിവസം കൊണ്ട് കവർ ചെയ്യുന്നത്. GTH എന്ന് പറയുന്ന ട്രാവൽ ഏജൻസി വഴിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഗ്രൂപ്പ് ട്രിപ്പാണ്. അപ്പോൾ എൻ്റെ ചാനൽ പിന്നെ വീഡിയോസ് കാണുന്ന ആളുകൾക്കറിയാം, ഞങ്ങൾ കൂടുതലും കസ്റ്റമൈസ് ചെയ്ത് ടൂർലക്സ് ഹോളിഡേയ്സിൻ്റെ കൂടെ അവർ അറേഞ്ച് ചെയ്ത് തരുന്ന ട്രിപ്പുകളാണ് ഞങ്ങൾ ഇൻ്റർനാഷണൽ ട്രിപ്പുകളായാലും നാഷണൽ ട്രിപ്പുകളായാലും കൂടുതലും ചെയ്തിരിക്കുന്നത്. പക്ഷേ ടൂർലക്സ് യൂറോപ്യൻ ട്രിപ്പ് ഇപ്പോൾ തൽക്കാലം ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ GTHനെ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒത്തിരി ഫോട്ടോസും ഒക്കെ എടുക്കാനായിട്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ, ആ ഒരു സൗന്ദര്യം, പ്രകൃതി സൗന്ദര്യം ഞങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് പറ്റി. ടുലിപ്പ് ഗാർഡൻ ഞാൻ കുറേ ഫോട്ടോസും ഒക്കെ എടുത്തു. ഒത്തിരി ഫോട്ടോസ് എടുത്തു. കാരണം ഫേസ്ബുക്കിലും ഇൻസ്റ്റായിലും ഒക്കെ തന്നെ യാത്രാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ആളാണ് ഞാൻ, ഫോട്ടോസും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ ഒരു ഗാർഡൻ. പിന്നെ തണുപ്പും കൂടെയാണ്. അപ്പോൾ നമ്മളൊരിക്കലും ആ ക്ഷീണം അറിയത്തില്ല, ചൂട് അങ്ങനെയൊന്നുമുള്ള കാര്യങ്ങൾ നമ്മളറിയത്തില്ല. അപ്പോൾ എത്ര സമയം വേണോ നമുക്ക് നടന്ന് ഇതെല്ലാം കണ്ട് ഒരു തരത്തിൽ നമ്മൾ ആ ക്ഷീണം അറിയുന്നില്ല എന്നുള്ളതാണ്. ആ സമയത്ത് 6-7 ഡിഗ്രി സെൽഷ്യസേ ഉള്ളൂ ചൂട് ആ സമയത്ത്. അപ്പോൾ ഏകദേശം നമ്മളൊരു ഉച്ചയടുപ്പിച്ചൊക്കെ ആയെങ്കിൽ പോലും നമുക്ക് ആ തണുപ്പ് അവിടെ നല്ലോണം കിട്ടിയിരുന്നു. അതുപോലെ എന്തോരം ഭംഗിയുള്ള എന്തൊക്കെ തരത്തിലുള്ള ടുലിപ്പ് പൂക്കളാണെന്നറിയോ. ഇത് പിന്നെ കുറച്ച് ആൾക്കാർ ഇതുപോലെ വേഷമൊക്കെ കെട്ടി ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ കാണിച്ചു പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പൂക്കളുടെ ഇടയിലൂടെ ഇങ്ങനെ നടന്ന് അതിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് നടക്കുകയാണ്.
അങ്ങനെ ടുലിപ്പ് ഗാർഡൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് പുറത്തിറങ്ങി ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾക്ക് കുറച്ച് നടന്നിട്ട് വേണമായിരുന്നു കനാൽ ക്രൂയിസിലേക്ക് എത്താനായിട്ട്. അപ്പോൾ കനാൽ ക്രൂയിസ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒത്തിരി കനാലുകൾ ഉണ്ട് ആംസ്റ്റർഡാമിൽ. അതിലൂടെ ഇങ്ങനെ ബോട്ടുകളിൽ നമ്മൾ സഞ്ചരിച്ച് ആംസ്റ്റർഡാമിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി, ആർക്കിടെക്ചർ, ലാൻഡ്മാർക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയെല്ലാം നമ്മൾ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു രീതിയാണ് ഈ കനാൽ ക്രൂയിസിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഒരുപാട് നമുക്ക് ആ സിറ്റി ആംസ്റ്റർഡാമിൻ്റെ കാര്യങ്ങൾ നമ്മുടെ GTHലെ ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളുടെ കൂടെ വന്ന എലിസബത്ത് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പാരീസിലും ഒക്കെ കണ്ടതുപോലെ തന്നെ, അല്ലെ ബ്രസൽസിലും ഒക്കെ കണ്ടതുപോലെ തന്നെ വളരെ എന്താ പറയുക, പഴമയോടുകൂടെ അല്ലെങ്കിൽ ആ പഴമ നിലനിർത്തുന്ന രീതിയിലുള്ള കെട്ടിടങ്ങളും ഒക്കെ ആയിട്ട് പഴയ ആ ഒരു ഹിസ്റ്ററി നമുക്ക് റോഡുകളിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരുപാട് മോണുമെൻറ്റ്സും പിന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കണ്ട് അത് മനസ്സിലാക്കാൻ പറ്റി. പലപ്പോഴും നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളും കഥകളിൽ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു രസകരമായിട്ടുള്ളൊരവസ്ഥ നമുക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ആനന്ദം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഈ യൂറോപ്പിൽ വന്നത് മുതൽക്ക് ഈ മൂന്ന് ദിവസം, ഇപ്പോൾ 4ാമത്തെ ദിവസമാണ്, എനിക്ക് ശരിക്കും മനസ്സിലാത്തൊരു കാര്യം, ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ അവരെന്തുകൊണ്ടാണ് ഈ പഴയ തരത്തിലുള്ള എത്രയോ വർഷങ്ങൾക്ക് മുന്നേ പണി കഴിപ്പിച്ച ഈ കെട്ടിടങ്ങളും അത് അങ്ങനെ തന്നെ അവരത് കൺസർവ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ റിനോവേറ്റ് ചെയ്ത് ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ആ യൂറോപ്പിൻ്റേതായ തനതായിട്ടുള്ള ആ ഒരു തരത്തിലുള്ള നിർമ്മാണ ശൈലിയും ഒക്കെ നമുക്ക് ഇപ്പോഴും അവിടെ ചെന്നാൽ കാണാൻ പറ്റും എന്നുള്ളൊരു അതിശയകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലങ്ങളൊക്കെ വളരെയധികം ടൂറിസ്റ്റുകൾ കാണാനായിട്ട് വരുന്നത്. പിന്നെ ഒരു കാര്യം ഇതിനകത്ത് എന്താ വെച്ചാൽ ഭയങ്കര കോസ്റ്റ്ലിയാണ് നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ. ഈ യൂറോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏകദേശം ഒരു 98 രൂപ, 98 റുപ്പീസാണ് അവരുടെ ഒരു യൂറോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കങ്ങനെ പർച്ചേസിങ് അല്ലെങ്കിൽ പുറത്തുനിന്ന് ആഹാരം കഴിക്കുക, ഈ പാക്കേജിൽ നിന്ന് മാറി നമ്മൾ എന്തെങ്കിലും പുറത്തുനിന്ന് ആഹാരം കഴിക്കുക, അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ അത്രയും പ്രിപ്പയർഡ് ആയിരിക്കണം. യൂറോപ്യൻ ട്രിപ്പിന് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ നമ്മൾ കുറച്ചധികം ക്യാഷ് അതിന് വേണ്ടി തന്നെ മാറ്റി വെച്ച് വേണം വരാനായിട്ട്. കാരണം നമ്മൾ പാക്കേജിന് ചിലവഴിച്ച കാശ് കൂടാതെ തന്നെ നമുക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്കും പല രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശാകും എന്നുള്ളത് തന്നെയാണ്. എന്തായിരുന്നാലും നമ്മൾ ആ ശേഖരിച്ച് വയ്ക്കുന്ന കാശ് ഇവിടെ ചിലവഴിക്കുന്നതിൽ നമുക്കൊരു നഷ്ടവുമില്ല. കാരണം യാത്രകളെയും അതുപോലെ സ്ഥലങ്ങളെയും സ്നേഹിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് ഈ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വേസ്റ്റ് ആവുകയല്ല. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെപ്പോളിയൻ ചക്രവർത്തിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സ്തൂപമൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എലിസബത്ത് പറഞ്ഞു തന്നു. ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആ കാര്യങ്ങളൊന്നും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല, ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് ശരിക്കും ഇതൊക്കെ എന്താണെന്ന് ഗൂഗിളിലോ അല്ലെങ്കിൽ പിന്നെ ChatGPTയിലോ ഒക്കെ നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനെല്ലാം ഈ കെട്ടിടങ്ങൾക്കെല്ലാം തന്നെ ഓരോ കഥകൾ. ഇപ്പോൾ നമ്മൾ സിംഗപ്പൂരിലൊക്കെ കണ്ട പോലെ മാഡം സാഡ് വാക്സ് മ്യൂസിയം ഒക്കെ ഇവിടെയും ഉണ്ട്. പക്ഷേ നമ്മൾ അതിനകത്ത് കയറിയില്ല, പാക്കേജിൽ അത് ഉൾപ്പെടുന്നില്ല. എന്നാലും ആ പുറത്തുനിന്നാണെങ്കിൽ പോലും അങ്ങനെയുള്ള കെട്ടിടങ്ങളും അതിൻ്റെ നിർമ്മാണ രീതിയൊക്കെ കാണുന്നത് ഒരു പ്രത്യേക തരത്തിലൊരു ഫീലിംഗ് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് ഇവിടെ എത്തി. അപ്പോൾ ഈ സ്ഥലത്തു നിന്നാണ് നമ്മൾക്ക് ഈ ബോട്ട് കയറേണ്ടത്. കനാലുകളിലൂടെ വളരെ സ്ലോ ആയിട്ട് ആണ്
ഈ ബോട്ട് പോകുന്നത്. അപ്പോൾ തയ്യാറായി നിൽപ്പുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി ബുക്ക് ചെയ്തിട്ടിരിക്കുന്ന ക്രൂയിസാണ്. അപ്പോൾ ഇതെല്ലാം ആർട്ടിഫിഷ്യൽ കനാലുകളാണ് കേട്ടോ, എത്രയോ വർഷം മുന്നേ ഒക്കെ നിർമ്മിച്ചെടുത്ത കനാലുകളാണ്. അപ്പോൾ അതിലൂടെ നമുക്കിങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക്, ആ കെട്ടിടങ്ങളും എല്ലാം നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ക്രൂയിസുകളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിനകത്ത് ഓഡിയോ കമൻട്രി ഉണ്ട്. അതും മൾട്ടിപ്പിൾ ലാംഗ്വേജുകൾ അതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് അവർ ഹിന്ദിയാണ്, അന്നേരം ഹിന്ദി ഇംഗ്ലീഷും ഉണ്ടായിരുന്നു. അപ്പോൾ ഏത് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ ഹിന്ദിയല്ല ഇംഗ്ലീഷ് നമ്മൾ പറഞ്ഞു, അങ്ങനെ ഇംഗ്ലീഷാണ് അന്നത്തെ കമൻട്രി. പൊതുവേ ഈ യൂറോപ്യൻ കൺട്രീസിലൊന്നും തന്നെ ഇംഗ്ലീഷോ അല്ലെങ്കിൽ മറ്റ് ലാംഗ്വേജുകളോ ഒന്നും അവർ യൂസ് ചെയ്യത്തില്ല. അപ്പം നമുക്ക് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും മാർക്കറ്റിലോ അല്ലെങ്കിൽ കടയിലോ എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരോട് സംസാരിച്ച് അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കൊടുക്കാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം മെജോറിറ്റി ആളുകൾക്കും ഇംഗ്ലീഷ് പോലും നേരെ അറിയത്തില്ല. പിന്നെ ടൂറിസ്റ്റുകളൊക്കെ ധാരാളം വരുന്നത് കൊണ്ടും അവരുമായിട്ട് സ്ഥിരം ഇടപെടുന്നതുകൊണ്ടും ഒക്കെ ചെറുതായിട്ടൊക്കെ തട്ടിമുട്ടിയൊക്കെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഓഡിയോ കമൻട്രി ഇത് ഓരോ ആളുകൾക്കും ഇയർഫോൺ കൊടുത്തിട്ടുണ്ട്. ക്രൂയിസിൻ്റെ സൈഡിൽ അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്കത് വെച്ച് കേൾക്കാം. അപ്പോൾ അത് ഒരു പ്രാവശ്യം മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഇയർഫോണാണ് കേട്ടോ. അത് നമുക്ക് പാക്ക് ചെയ്താണ് തരുന്നത്. അത് നമുക്ക് കൊണ്ടുപോവുകയും ചെയ്യാം, അല്ല നമുക്കത് തിരിച്ചു കൊടുത്തിട്ട് പോകണ്ട. അപ്പം ഒരു പ്രാവശ്യമേ നമുക്കത് യൂസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അതിങ്ങനെ ചെവിയിലടുത്ത് വെക്കാൻ നമുക്കൊരു മടി വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ് ഓഡിയോ കമൻട്രി വഴി നമുക്ക് കിട്ടിയത്. ഓരോ കെട്ടിടത്തിൻ്റെയും ഡീറ്റെയിൽസാണ് അവർ പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ അത്. നമുക്കിങ്ങനെ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോകുന്ന അതിൽ നമുക്ക് കാണാൻ സാധിച്ച ആൻ ഫ്രാങ്കിൻ്റെ വീട്, അതുപോലെ ജോർദാൻ ഡിസ്ട്രിക്റ്റ്, സ്കിന്നി ബ്രിഡ്ജ്, മോണ്ടൽ ബാൻ സ്റ്റോറൻ എന്ന് പറയുന്ന കെട്ടിടം, അങ്ങനെ ധാരാളം ഹിസ്റ്റോറിക്കലായിട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് ആ ഓഡിയോ കമൻട്രിയിലൂടെ നമുക്ക് കിട്ടിയത്. അപ്പം നമുക്ക് അതിൻ്റെ ഫർദറായിട്ടുള്ള കാഴ്ചകളിലൂടെ നമുക്ക് വീഡിയോയിൽ പോകാം. അങ്ങനെ കനാൽ ക്രൂയിസിലെ അത്ഭുതകരമായിട്ടുള്ള എക്സ്പീരിയൻസിന് ശേഷം നമ്മൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ, ടുളിപ്പ് എന്ന് പറയുന്നൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഇന്ത്യൻ ഫുഡ് കഴിക്കാനായിട്ടായിരുന്നു ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ ഈ 13 ദിവസം ഒരു മിക്സഡ് ഫുഡാണ് കേട്ടോ. അതായത് ചില ദിവസങ്ങളിൽ ഇന്ത്യൻ ഫുഡും ചില ദിവസങ്ങളിൽ ലോക്കൽ ഫുഡും അങ്ങനെയായിരുന്നു. അപ്പം വലിയ പരാതികൾ വരില്ല. കാരണം എല്ലാവർക്കും എന്നും ലോക്കൽ ഫുഡ് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. കാരണം അവർ കൂടുതലും പൊട്ടറ്റോ ഒക്കെയാണ് ഉപയോഗിക്കുന്നത്, റൈസ് തീരെ കുറവാണ്. അപ്പം ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന ദിവസമാണ് നമുക്ക് റൈസും ഈ പറയുന്ന നാൻ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കിട്ടുന്നതല്ല. അല്ലെങ്കിൽ കൂടുതലും അവർ ക്രോസോൺ, അതുപോലെ ബ്രെഡ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്, കേക്ക് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് കൂടുതലും
അവർ കഴിക്കുന്ന ഈ യൂറോപ്യൻ ഫുഡെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ 3 ദിവസവും നമുക്ക് 3 നേരം ഇത് കഴിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആഹാരമൊക്കെ കഴിച്ച് ഞങ്ങൾ വെളിയിൽ ഇറങ്ങി നോക്കും. അപ്പോൾ ഇത് ഡിന്നറാണ് കഴിച്ചതെന്ന് ഓർക്കണം. പക്ഷേ നല്ല സൂര്യപ്രകാശമുണ്ട്. സമയം 7:30-8 മണിയായി. അപ്പോൾ ഞങ്ങൾ പോകുന്ന ആ ഒരു സീസണിൽ രാത്രി 9:30-ക്കൊക്കെ സൺസെറ്റ് ഉള്ളൂ. അപ്പോൾ നല്ല പകൽ വെളിച്ചമാണ്. അങ്ങനെ ഡിന്നറെല്ലാം കഴിഞ്ഞ്, അപ്പോൾ ഞാൻ നേരത്തെ ആ വീഡിയോയിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇഷ്ടം പോലെ സൈക്കിളാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റിലെത്തി. കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്ത ഹോട്ടലിലെത്തി. കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്ത ഹോട്ടൽ തന്നെയാണ്. അപ്പോൾ മുയലുകളുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിലും അത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ മുയലുകളൊക്കെ ഉണ്ടോ എന്ന് നോക്കി ഞങ്ങൾ അന്നത്തെ ദിവസം അവിടെ കൊണ്ട് തീരുകയാണ്.